നമസ്കാരം. ആരും മറക്കാത്ത രണ്ട് മുഖങ്ങളുണ്ട് ഇടത് ജനാധിപത്യ മുന്നണിയിൽ CPI എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തിൽ. അവിടെ ആ രണ്ട് മുഖങ്ങളെ ആരും മറക്കാതിരിക്കാൻ പലപ്പോഴും ആ പാർട്ടിക്കാരടക്കം ശ്രമിച്ചിട്ടുമുണ്ട്. എന്തുകൊണ്ടാണ് അത്തരത്തിലുണ്ടായത്? സൗമനസ്യം കൊണ്ട് കടലെടുത്തു പോകുമായിരുന്ന ഒരു പാർട്ടി, ആ പാർട്ടിയെ കാർക്കശ്യം കൊണ്ട് കരുത്തുറ്റതാക്കിയ വെളിയവും ചന്ദ്രപ്പനും, അവരാണ് മറക്കാത്ത രണ്ട് മുഖങ്ങൾ. പാർലമെന്ററി വ്യാമോഹം കൊണ്ട് ഇടത് ഐക്യം പറയുന്ന CPI നേതാക്കളെ തിരുത്താൻ ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾക്ക് കഴിയുമോ എന്നുള്ളതാണ്. സൗമനസ്യം കൊണ്ട് കടലെടുത്ത് പോകുമായിരുന്ന ഒരു പാർട്ടിയെ കാർക്കശ്യം കൊണ്ട് ജീവൻ കെടാതെ കാത്തത് വെളിയം ഭാർഗവനെ പോലൊരു നേതാവായിരുന്നു. ഇടതുപക്ഷ ഐക്യം കാത്തുസൂക്ഷിക്കുവാൻ കയ്യിലിരുന്ന മുഖ്യമന്ത്രി പദം പോലും വലിച്ചെറിഞ്ഞ് പ്രതിപക്ഷത്തേക്ക് പോയ PK വാസുദേവൻ നായർ CPIക്ക് നൽകിയത് പാർട്ടിയുടെ പിളർപ്പിന് ശേഷമുള്ള വലിയൊരു ആഘാതമായിരുന്നു എന്നുള്ളതാണ്. 1964 പിളർപ്പിന് ശേഷം അധികാരത്തിൻ്റെ 7 അയലത്തെത്താൻ കഴിയാതിരുന്ന CPMന് PKB അധികാരം വിട്ടൊഴിഞ്ഞ് ഇടതുമുന്നണി രൂപീകരിച്ചതോടെ അധികാരത്തിലെത്താനായി എന്നുള്ളതാണ്. എന്നാൽ അതിനുശേഷം നാളിതുവരെ CPIക്ക് മുഖ്യമന്ത്രി കസേരയിൽ തൊടാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ചരിത്രമാണ്. എന്നാൽ വെളിയൻ ഭാർഗവൻ പാർട്ടി സെക്രട്ടറി ആയതോടെ ഇടതുമുന്നണിയിലെ തിരുത്തൽ ശക്തിയായി CPI മാറി എന്നുള്ളതാണ്. പാർട്ടിക്ക് നഷ്ടമായ ഉടൻ പ്രഹരശേഷിയും വിലപേശൽ ശക്തിയുമൊക്കെ വെളിയം തിരിച്ചു പിടിച്ചു. എടോ വിജയ എന്ന് പിണറായി വിജയൻ്റെ മുഖത്ത് നോക്കി വിളിക്കാൻ സാധിക്കുന്ന ഒരേ ഒരു നേതാവായിരുന്നു വെളിയം ഭാർഗവൻ. തനിച്ചു മത്സരിച്ചാൽ തങ്ങൾ മാത്രമല്ല നിങ്ങളും പരാജയപ്പെടുമെന്ന് തിരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുമ്പോൾ പോലും CPMനോട് പരസ്യമായി പറയാൻ വെളിയത്തിന് മാത്രമേ കഴിയുമായിരുന്നുള്ളൂ. വെളിയത്തിന് ശേഷം വന്ന CK ചന്ദ്രപ്പനും CPIയെ ശക്തിപ്പെടുത്തി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാനം രാജേന്ദ്രനും ആദ്യ നാളുകളിൽ ഭരണത്തിലെ തിരുത്തൽ ശക്തിയായി CPI നിലനിർത്താൻ ശ്രമിച്ചു. എന്നാൽ പിന്നീട് കാനവും കൂട്ടരും പൂർണ്ണമായും CPMന് അടിമപ്പെടുന്ന കാഴ്ചയാണ് രാഷ്ട്രീയ കേരളം കണ്ടത് എന്നുള്ളതാണ്. ഇവിടെ നമുക്കറിയാം, പ്രായോഗിക രാഷ്ട്രീയത്തിലെ സാധ്യതകൾ ഉപയോഗിക്കാൻ അറിയാത്ത നേതൃത്വമെന്ന് CPI നേതൃത്വത്തിനെതിരെ പാർട്ടിക്കുള്ളിൽ തന്നെ വിമർശനം ഉയരുകയാണ്. ഇടതുമുന്നണി വിട്ട് കോൺഗ്രസ് മുന്നണിയുടെ ഭാഗമായാൽ അധികാരം മാത്രമല്ല നമുക്ക് അന്തസ്സും ഉണ്ടാകുമെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം കൂടിയ പല ജില്ലാ കൗൺസിൽ യോഗത്തിലും നേതാക്കൾ തന്നെ തുറന്നു പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് ആ പാർട്ടി എത്തിയിരിക്കുകയാണ്. പാർട്ടിയുടെ പ്രതാപകാലം കോൺഗ്രസുമായി സഖ്യം ചേർന്ന സമയങ്ങളിൽ മാത്രമായിരുന്നു എന്ന് നേതാക്കളടക്കം ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ മുന്നണി മാറ്റം എന്ന അഭിപ്രായം CPIയിൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. CPI മന്ത്രിമാരുടെ വകുപ്പുകളെ ഞെക്കിക്കൊല്ലുവാനുള്ള ശ്രമം CPM ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് നേതാക്കൾ അടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ടേയിരിക്കുന്നു. ഇവിടെ സപ്ലൈകോയെ ഇല്ലാതാക്കി പകരം സഹകരണ വകുപ്പിൻ്റെ കീഴിൽ പൊതുവിതരണ സംവിധാനം ശക്തിപ്പെടുത്തുവാൻ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഒരു നീക്കം നടക്കുന്നുണ്ട്. സഹകരണ വകുപ്പ് സംഘടിപ്പിക്കുന്ന ഉത്സവകാല ചന്തകൾക്ക് പുറമെ സൂപ്പർ മാർക്കറ്റുകൾ ആരംഭിക്കുന്നത് ഈ ലക്ഷ്യമിട്ടാണ് എന്ന് CPI നേതാക്കൾ തന്നെ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് എന്ന് പറയപ്പെടുന്നത് സപ്ലൈകോയിലെ പ്രതിസന്ധിയാണ് എന്ന കാര്യം CPI യോഗങ്ങളിൽ അടക്കം ചൂണ്ടിക്കാട്ടപ്പെടുകയും ചെയ്തു. അതേസമയം കോൺഗ്രസ് മന്ത്രിസഭകളിൽ CPI ഭാഗമായി ഇരുന്നപ്പോഴൊക്കെ അർഹമായ പരിഗണന ലഭിച്ചിരുന്നു എന്ന് നേതാക്കൾ തുറന്നു പറയുകയും ചെയ്യുന്നുണ്ട്. CPI മുന്നണി വിടുകയോ ഭരണത്തിൽ പ്രതിസന്ധി സൃഷ്ടിച്ച് വിലപേശൽ നടത്തുകയോ ചെയ്യാമെന്ന് CPM ഇപ്പോൾ തന്നെ ഭയപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാണ് മുസ്ലിം ലീഗിനെ ഇടതുപാളയത്തിലേക്ക് എത്തിക്കുന്നതിന് മുൻപ് CPM അതിനുവേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. എന്നാൽ ആ ശ്രമം വിഫലമായതോടുകൂടിയാണ് കേരള കോൺഗ്രസ് എമ്മിനെ ഇടതുപാളയത്തിൽ ഉറപ്പിച്ചു നിർത്താനായിട്ടുള്ള CPMൻ്റെ ശ്രമം നടത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് തങ്ങൾക്കുള്ള രാജ്യസഭാ സീറ്റ് പോലും ഇപ്പോൾ CPM ജോസ് കെ മാണിക്കായിട്ട് വിട്ടു നൽകിയതും ജോസ് കെ മാണിയെ MP ആക്കിയതും. ഭരണത്തിലും മുന്നണിയിലും CPIയുടെ വിലപേശൽ ശക്തി കുറയ്ക്കുകയാണ് ജോസ് കെ മാണിയിലൂടെ CPM ലക്ഷ്യമിടുന്നത് എന്നുള്ളതാണ്. അതേസമയം ഇവിടെ CPIയുടെ മുന്നണി മാറ്റം അത് ഉടനൊന്നും നടക്കുകയില്ല എന്ന് തന്നെയാണ് CPI നേതാക്കൾ അടക്കം ചൂണ്ടിക്കാട്ടുന്നത്. കാരണം ഇപ്പോഴുള്ള സാഹചര്യമല്ല. CPIയിൽ പ്രധാനമായും രണ്ട് തരം ആളുകളാണുള്ളത്. CPM വിരുദ്ധതയുള്ള സംഘാടകരും CPMന് വിനീത വിധേയരായ പാർലമെന്ററി വ്യാമോഹമുള്ളവരും, അങ്ങനെ രണ്ട് വിഭാഗം. വെളിയവും CK ചന്ദ്രപ്പനും കാനം രാജേന്ദ്രനും ഉൾപ്പെടെയുള്ളവർ ആദ്യ ഗണത്തിൽപ്പെടുന്നവരായിരുന്നു. എന്നാൽ കാനം ആദ്യ നാളുകൾക്ക് ശേഷം പാർട്ടിക്കുള്ളിലെ വിഭാഗീയതയുടെ നേതൃത്വം ഏറ്റെടുക്കുകയും പിന്നീട് CPMന് വിധേയപ്പെടുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായത് എന്നുള്ളതാണ്. നിലവിൽ CPIയുടെ നേതൃത്വം രണ്ടാമത്തെ ഗണത്തിലുള്ളവരുടെ കൈകളിലാണ് എന്ന് അവർ ഒരിക്കലും CPMനെ പിണക്കാൻ പോലും തയ്യാറാകില്ല എന്നുള്ളത് തന്നെയാണ് CPIക്കാർ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. രണ്ടാം പിണറായി സർക്കാരിൻ്റെ തുടക്കം മുതൽ CPIയിൽ CPM നയങ്ങൾക്കെതിരെ ശക്തമായ വിയോജിപ്പുണ്ട്. ആഭ്യന്തര വകുപ്പിനെതിരായ വിമർശനങ്ങളാണ് CPI നിരന്തരം ഉന്നയിച്ചിരുന്നു വന്നതെങ്കിലും ഇടതുമുന്നണിയുടെ പ്രഖ്യാപിത നയങ്ങളിൽ നിന്ന് രണ്ടാം പിണറായി സർക്കാർ പിന്നോട്ട് പോകുന്നതായി പാർട്ടിക്കുള്ളിൽ എതിർപ്പ് ശക്തമായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ CPMുമായി ഒരു നല്ല ബന്ധം, ആ നല്ല ബന്ധം സൂക്ഷിക്കുവാനുള്ള പാർട്ടി നേതൃത്വത്തിൻ്റെ തീരുമാനത്തിന് മുന്നിൽ ഈ വിമർശനങ്ങൾ അപ്രസക്തമായി എന്നതാണ്.
എന്നാൽ CPIയിൽ സമവാക്യങ്ങൾ മാറുകയും ഗ്രൂപ്പ് പോരുകൾ ശക്തമാവുകയും ചെയ്തതോടുകൂടി വീണ്ടും CPM വിമർശനങ്ങൾ തലപൊക്കി തുടങ്ങിയിരിക്കുന്നതാണ്. ഇവിടെ CPIയുടെ ഭാഗത്തു നിന്നുണ്ടായ ശക്തമായിട്ടുള്ള പല വിമർശനങ്ങളും മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന തരത്തിലേക്ക് മുൻപ് പലപ്പോഴും മാറിപ്പോയിട്ടുണ്ട്. എന്നാൽ CPMഉം CPIയും തമ്മിൽ ചർച്ച ചെയ്ത് ഇതെല്ലാം പലപ്പോഴും പരിഹരിച്ചിട്ടുമുണ്ട്. CPI തങ്ങൾക്കൊപ്പം വരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് പലതവണ ഇവരോടൊപ്പം ചേരുകയും പലപ്പോഴും നിരാശരാവുകയും ചെയ്തിട്ടുണ്ട്. ഇത്തവണയും ഈ വിമർശനങ്ങളെ പാർട്ടി യോഗങ്ങൾക്ക് അപ്പുറത്തേക്ക് വളർത്താൻ നേതൃത്വം ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. ഇതാണ് സംസ്ഥാന സെക്രട്ടറിയായിട്ടുള്ള ബിനോയ് വിശ്വത്തിൻ്റെ പ്രതികരണങ്ങളിൽ നിന്ന് ഇപ്പോൾ വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത്. വിമർശനങ്ങൾ മയപ്പെടുത്തി CPMനോട് കൂടുതൽ അടുത്തു നിന്നാൽ പാർലമെൻ്ററി പാർട്ടി രംഗത്ത് വിജയം ആവർത്തിക്കുവാൻ സാധിക്കുമെന്നുള്ള തോന്നൽ തന്നെ CPIയിലെ പല ഉന്നത നേതാക്കൾക്കുമുണ്ട് എന്നുള്ളതാണ്. ഇവിടെ പിണറായി വിജയനോടും CPMനോടും എതിർപ്പ് കൃത്യമായി രേഖപ്പെടുത്തുന്നതൊരു പാർട്ടി നേതൃത്വത്തെയാണ് CPIയിലെ താഴെത്തട്ടിലുള്ള പ്രവർത്തകരിൽ ഭൂരിഭാഗവും ആരാധിക്കുന്നതും കൊണ്ടാടുന്നതും. പാർട്ടി പുലർന്ന കാലത്ത് EMSഉം MN ഗോവിന്ദൻ നായരും തമ്മിലുണ്ടായിരുന്ന ഒരു ഏറ്റുമുട്ടലുകൾ, ആ ഏറ്റുമുട്ടലുകളിൽ തുടങ്ങി CPMനെ മുൾമുനയിൽ നിർത്തിയ വെളിയം ഭാർഗവൻ്റെ കാലവും പിണറായി വിജയനെന്ന് മാത്രം വിളിച്ചു പോന്നിരുന്ന CK ചന്ദ്രപ്പൻ്റെ കാലവുമൊക്കെ CPIക്കാർക്ക് ഇപ്പോഴും ഒരു ആവേശമായിട്ടുള്ള ഓർമ്മകൾ മാത്രമായി നിലനിൽക്കുകയാണ്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സൗമനസ്യം കൊണ്ട് കടലെടുത്ത് പോകാൻ കഴിയുമായിരുന്നു, അങ്ങനെ പെട്ടുപോകുമായിരുന്ന ഒരു പാർട്ടിയെ കാർക്കശ്യം കൊണ്ട് മുന്നിൽ നിർത്തിയ ചില നേതാക്കന്മാരുള്ള ഒരു പാർട്ടിയായിരുന്നു CPI എന്ന് പറയുന്നത്. CPIയുടെ എല്ലാ തരത്തിലുമുള്ള അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ അടിമ ദാസ്യ വേലകളായി മാറിപ്പോകുന്നു എന്നുള്ളത് വേദനാജനകമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. CPMന് അടിമപ്പെട്ട് അടിയറവ് പറഞ്ഞു പോകുന്ന ഒരു പ്രസ്ഥാനമായി ഇപ്പോഴത്തെ നേതൃത്വവും CPI സംവിധാനങ്ങളും മാറുന്നത് ലജ്ജാകരമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. CK ചന്ദ്രപ്പനെയും വെളിയം ഭാർഗവനെയും പോലുള്ള വലിയ നേതാക്കളുണ്ടായിരുന്ന, കാർക്കശ്യക്കാരായിട്ടുള്ള നേതാക്കളുണ്ടായിരുന്ന ഒരു പ്രസ്ഥാനം ഇങ്ങനെ തരംതാണ് പോകുന്നതിൽ പാർട്ടി അണികൾക്ക് വരെ അതിനകത്ത് വേദനയുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. CPI എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനം തകർന്ന തരിപ്പണമായാലും ഇല്ലെങ്കിലും CPMനൊന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല. പക്ഷേ ഇന്ന് ഒരു വിലപേശൽ തന്ത്രം പോലെ CPI അത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എങ്കിലും CPM എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനം അത്രയ്ക്കൊന്നും വില കൽപ്പിക്കുന്നില്ല ഈ പ്രസ്ഥാനത്തെ എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഇതിൽ നിന്ന് മാറി പഴയ കാലഘട്ടത്തിലേക്ക് കോൺഗ്രസിനോടൊപ്പം ചേർന്ന് നിന്നാലോ എന്ന് CPI ആലോചിക്കുന്നത്. പക്ഷേ അതൊന്നും ഉടനുണ്ടാകാനുള്ള സാധ്യതയില്ല. കാരണം ഇപ്പോൾ ഈ പാർലമെൻ്ററി വ്യാമോഹത്തിലും അധികാരത്തിലുമൊക്കെ പിടിച്ച് കടിച്ചു തൂങ്ങിക്കിടക്കുന്ന CPIയുടെ മന്ത്രിമാരും CPI നേതാക്കളും ഉള്ളിടത്തോളം കാലം CPI എന്ന് പറയപ്പെടുന്നത് ഈ ഇടതുമുന്നണി എവിടെയാണോ ഇടിച്ചു നിൽക്കപ്പെടുന്നത് അവിടം വരെ ഉണ്ടാകും എന്ന് പറയുന്നു.